ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 7-ാം പട്ടിക, 10-ാം പട്ടിക, 9-ാം പട്ടിക, 8-ാം പട്ടിക? ഭാഷകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് 8-ാം പട്ടികയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂജപ്പുര, വൈക്കം, ചെമ്പഴന്തി, ശിവഗിരി? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ദക്ഷിണേന്ത്യയിലെ ഏക അഗ്നിപർവ്വത ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപ്, ബാരൻ ഐലൻഡ്, നർക്കോണ്ടം ദ്വീപ്, മിനിക്കോയി? ദക്ഷിണേന്ത്യയിലെ ഏക അഗ്നിപർവ്വത ദ്വീപാണ് ബാരൻ ഐലൻഡ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് ഹോർമോൺ വിറ്റാമിൻ? വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ എ? ഹോർമോൺ വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ്. മറാത്ത സാമ്രാജ്യത്തിലെ പേർഷ്യ എന്ന സ്ഥാനപ്പേര് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സാമ്പത്തിക മന്ത്രി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, സൈന്യാധിപൻ? പ്രധാനമന്ത്രി. ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി രചിച്ചത് ഏതു ഭാഷയിലാണ്? ഇംഗ്ലീഷ്, മറാത്തി, ഹിന്ദി, ഗുജറാത്തി? ഗുജറാത്തി ഭാഷയിലായിരുന്നു. 1905-ലെ ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു, റിപ്പൺ പ്രഭു, കഴ്സൺ പ്രഭു, ലിപ്ടൺ പ്രഭു? വൈസ്രോയി കഴ്സൺ പ്രഭു ആയിരുന്നു. രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് നടക്കുന്നത്? കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം? രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കുന്നത് വൃക്കയിലാണ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ മാതാവ് എന്ന മാഡം ഭിക്കാജി കാമ ഏത് രാജ്യത്താണ് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്? ഫ്രാൻസ്, അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ട്? ജർമ്മനിയിലായിരുന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, കൈലാഷ് സത്യാർത്ഥി, മദർ തെരേസ? മദർ തെരേസയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദകം 165, അനുച്ഛേദകം 324, അനുച്ഛേദം 148, 76? അനുച്ഛേദം 165 ആണ്. 1924-ലെ വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? സവർണ ജാഥ നയിച്ചത് M.A. നായിഡു ആയിരുന്നു. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് വൃന്ദഗംഗ എന്നത്? നർമ്മദ, കാവേരി, കൃഷ്ണ, ഗോദാവരി? വൃന്ദഗംഗ എന്നത് ഗോദാവരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്? ഹൃദയം, വൃക്ക, കരൾ, ശ്വാസകോശം? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ. ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണ ശുദ്ധീകരണശാല ഏത്? മധുര, ട്രോംബെ, കൊച്ചി, ഡിഗ്ബോയ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണ ശുദ്ധീകരണശാലയാണ് ഡിഗ്ബോയ്. അഷ്ടപ്രധാൻ മന്ത്രിസഭ ആരുടെ ഭരണകാലത്തായിരുന്നു? കൃഷ്ണദേവരായർ, ടിപ്പു സുൽത്താൻ, അക്ബർ, ഛത്രപതി ശിവജി? അഷ്ടപ്രധാൻ മന്ത്രിസഭ ഛത്രപതി ശിവജിയുടെ ഭരണകാലത്തായിരുന്നു. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആര്? സ്വാമി വിവേകാനന്ദൻ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രവീന്ദ്രനാഥ ടാഗോർ, രാജാറാം മോഹൻ റോയ്? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ,
ഇംഗ്ലണ്ട്, മൗറീഷ്യസ്. ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഇന്ത്യൻ വിപ്ലവകാരികളുടെ മാതാവ് ആരാണ്? മാഡം ഭിക്കാജി കാമ, സരോജിനി നായിഡു, ക്യാപ്റ്റൻ ലക്ഷ്മി, ആനി ബസന്റ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ മാതാവാണ് മാഡം ഭിക്കാജി കാമ. എത്യോപ്യയുടെ പഴയ പേര് എന്ത്? അബിസീനിയ, ദാമോഹി, സിയോൺ, ക്രിസ്റ്റീന. എത്യോപ്യയുടെ പഴയ പേര് അബിസീനിയ എന്നായിരുന്നു. യുഗാന്തർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? അരവിന്ദ് ഘോഷ്, സുബ്രഹ്മണ്യ ഭാരതി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിജി. സ്ഥാപകനായിരുന്നു അരവിന്ദ് ഘോഷ്. ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഞ്ചൽ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്. ബൊക്കാറോ ഇരുമ്പ് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആര്? ടി വി തോമസ്, പി രവീന്ദ്രൻ, കെ പി ഗോപാലൻ, എൻ ഇ ബാലറാം. കെ പി ഗോപാലനാണ്. പ്രസിദ്ധ സിനിമാ സംവിധായകൻ പി എൻ മേനോൻ സംവിധാനം നിർവഹിച്ച ആദ്യ ചലച്ചിത്രം ഏത്? സീത, റോസി, നീലക്കുയിൽ, നീലാംബരി. ആദ്യ ചലച്ചിത്രം റോസി എന്ന ചലച്ചിത്രമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ആയ അപ്സര കമ്മീഷൻ ചെയ്ത വർഷം ഏത്? 1952, 56, 62, 72. 1956 ഓസ്റ്റിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഔഷധസസ്യം, പകർച്ചവ്യാധി, ശരീരരോഗം, എല്ലുകൾ. ഓസ്റ്റിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ മേഖല? കൃഷി, വ്യവസായം, തൊഴിൽ, കുടിവെള്ളം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ മേഖല വ്യവസായമായിരുന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 1, ആഗസ്റ്റ് 1, സെപ്റ്റംബർ 26, ഒക്ടോബർ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ 1-നാണ്. സ്ത്രീകളിൽ ലൈംഗികത കൂടുന്തോറും വലുതാകുന്ന ശരീരഭാഗം ഏത്? നിതംബം, മാറിടം, യോനി, അരക്കെട്ട്. സ്ത്രീകളിൽ ലൈംഗികത കൂടുന്തോറും വലുതാകുന്ന ഭാഗം മാറിടമാണ്.